ഒരു രാജ്യത്തിന്റെ യുദ്ധശേഷിയും പ്രതിരോധ ശക്തിയും അളക്കുന്നത് അവരുടെ പക്കലുള്ള ആയുധങ്ങളുടെ എണ്ണം കൊണ്ട് മാത്രമല്ല, മറിച്ച് ആ മിസൈലുകൾ എവിടെ നിന്ന് വരുന്നു, എത്ര വേഗത്തിൽ അവ യുദ്ധഭൂമിയിൽ നിറയ്ക്കാനാകും എന്നതിനെ കൂടി ആശ്രയിച്ചാണ്. റഷ്യ യുക്രൈൻ യുദ്ധം ദീർഘിച്ചുകൊണ്ടിരിക്കെ ഉത്തര കൊറിയയിൽ നിന്ന് റഷ്യക്ക് കൂടുതൽ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ ലഭിക്കുന്നുണ്ടെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു കേൾക്കുന്നത് ഇതുവരെ റഷ്യയുടെ കൈവശമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത KN-30 മിസൈലുകളുടെ പേരാണ്. യുക്രൈൻ പ്രതിരോധ ഇന്റലിജൻസിന്റെ കണക്കുകൾ പ്രകാരം റഷ്യയുടെ പക്കൽ സ്വന്തം കിൻസ്കാൽ മിസൈലുകൾക്ക് പുറമെ ഉത്തര കൊറിയൻ നിർമ്മിത KN-23, KN-24, KN-30 ബാലിസ്റ്റിക് മിസൈലുകളുമുണ്ട്. ഉത്തര കൊറിയയുടെ ഹാങ്സോങ് 11C മിസൈലിന്റെ പാശ്ചാത്യ നാമമാണ് KN-30. ഖര ഇന്ധന സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ ഹ്രസ്വദൂര മിസൈലുകൾ മൊബൈൽ വിക്ഷേപണ വാഹനങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് ശത്രുവിന് പ്രതികരിക്കാൻ സമയം നൽകാതെ തൊടുക്കാൻ സാധിക്കും. 600 കിലോമീറ്ററിലധികം ദൂരപരിധിയും 2.5 ടൺ വരെ ഭാരവുമുള്ള വാർഹെഡ് വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ റഷ്യൻ സൈന്യം ഉത്തര കൊറിയൻ മിസൈലുകളെ മാത്രം ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇതിനർത്ഥമില്ല. റഷ്യക്ക് പ്രതിമാസം 200-ലധികം സ്വന്തം ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് പാശ്ചാത്യ വിലയിരുത്തൽ. എങ്കിലും ഉത്തര കൊറിയയിൽ നിന്നുള്ള മിസൈലുകളുടെ വരവും വൊറോനഷ് മേഖലയിൽ ഉത്തര കൊറിയൻ സൈനിക യൂണിറ്റുകളുടെ സാന്നിധ്യവും യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഒരേ സമയം സ്വന്തം നിർമ്മാണവും വിദേശ രാജ്യങ്ങളുടെ പിന്തുണയും ഉപയോഗിച്ച് റഷ്യ ആക്രമണം കടുപ്പിക്കുമ്പോൾ ഈ യുദ്ധം പ്രാദേശിക അതിർത്തികൾ കടന്ന് കൂടുതൽ ആഗോളതലത്തിലേക്ക് വളരുകയാണെന്ന സൂചനയാണ് നൽകുന്നത്.